സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം പോലീസാണ്, പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. സംഘർഷത്തിന്റെ കാരണം SFIയുടെ പ്രകടനം നടന്നു. SFI കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു. സ്വാഭാവികമായ പ്രകടനം, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പിരിഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പിരിഞ്ഞുപോയി. ഇവിടെ എത്തുമ്പോഴേക്കും വളരെ പൊടുന്നനെ ഈ KSUക്കാർ SFIക്കാരെ ആക്രമിക്കുകയാണ്. SFIയുടെ വനിതാ സഖാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വലിയ കല്ലേറ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴോ വലിയ സംഘർഷാത്മകമായ സിറ്റുവേഷൻ ഞങ്ങളെല്ലാവരും കൂടെ നിയന്ത്രിച്ചു. ഇവിടെ ഇരുത്തി, മുഴുവൻ പേരെയും ഇവിടെ ഇരുത്തിയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് കല്ലേറാണ്, ഏകപക്ഷീയമായ കല്ലേറ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോണ്ടേ? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോകുന്നതിന് പകരം ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനാണ് വന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വനിതകളെ പോലീസ് ആക്രമിക്കാണ്. ലാത്തി ചാർജ് എത്ര പേർക്ക് പരിക്കേറ്റ് നോക്ക്. എന്താ ലാത്തി ചാർജ് ഏറ്റാ പോകുന്നതാണ്? അതെ, ഒരാൾ പോയിട്ടില്ല. പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്, SFIയുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. തീർച്ചയായും പ്രകോപനം അവിടെ നിന്ന് നേരിടുമ്പോൾ ആ പ്രകോപനം അവിടെ നേരിടാനുള്ള ഉറപ്പ് വേണ്ടേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലേറ് വരുമ്പോൾ ആ കല്ലേറ് വരുന്ന സോഴ്സ് മനസ്സിലാക്കി അങ്ങോട്ട് പോയി നേരിടണ്ടേ? കല്ലേറ് വരുന്നിടത്തല്ലേ പോലീസ് പോകണ്ടേ? അവിടെയല്ലേ പോലീസ് നടപടി ഉണ്ടാവേണ്ടേ? സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി SFIയുടെ നേതാക്കൾ. അങ്ങനെ തുടങ്ങുന്നിടത്തേക്കാണോ പോലീസ് നടപടി വരേണ്ടത്? ജലപീരങ്കി ഇങ്ങോട്ടാണ് അടിക്കേണ്ടത്, അങ്ങോട്ടല്ലേ? നിങ്ങളെ കണ്ടില്ലേ ജലപീരങ്കി എങ്ങനെയാണ് കിടക്കുന്നത്? ജലപീരങ്കി ഏകപക്ഷീയ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അല്ലേ അടിക്കേണ്ടേ? അതുകൊണ്ട് പോലീസ് ക്ഷണിച്ചു വരുത്തിയ പിന്നെയാണിത്.